നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസും എതിർപ്പുമായി സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തി. സംസ്ഥാന നിയമസഭകളെ അട്ടിമറിക്കുന്ന ബില്ല് അംഗീകരിക്കില്ലെന്നും ബില്ല് പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബില്ല് ഇന്ത്യയുടെ നാനാത്വം തകർക്കുമെന്നും ഏകാധിപത്യത്തിനുള്ള നീക്കമാണെന്നും സമാജ്വാദി പാർട്ടിയും ആരോപിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കേണ്ടി വന്നതിന് കാരണം കോൺഗ്രസ് എന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. 1952 മുതൽ 67 വരെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പായിരുന്നുവെന്നും ആർട്ടിക്കിൾ 356 കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ വീഴ്ത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. നെഹ്റു 8 തവണയും ഇന്ദിരാഗാന്ധി 50 തവണയും രാജീവ് ഗാന്ധി 9 തവണയും മൻമോഹൻ സിംഗ് 10 തവണയും ഈ നിയമം ഉപയോഗിച്ചു. ഇതാണ് രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കേണ്ട സാഹചര്യം വരുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ചില നിയമസഭകളുടെ കാലാവധി കൂട്ടുകയോ ചിലതിൻ്റേത് കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരുമെന്നും അതിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ കാലാവധി ഇതിനായി കുറയ്ക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട്. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സെമിനാർ ഉദ്ഘാടനത്തിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധം. സെനറ്റ് ഹാളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. VC നിയമനത്തിനെതിരെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധം നടത്തിയത്. ശബരി റെയിൽ പദ്ധതി 2 ഘട്ടമായി വിപുലീകൃതമായ രീതിയിൽ നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഇതിന് അനുമതി ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കും. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലക്കൽ പാത പൂർത്തീകരിക്കും. നിലവിൽ സിംഗിൾ ലൈനുമായി മുന്നോട്ട് പോകുമെന്നും വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ തലത്തിൽ പരീക്ഷകളിൽ മാറ്റം നിർദ്ദേശിച്ച് ISRO മുൻ ചെയർമാൻ K രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല കമ്മിറ്റി റിപ്പോർട്ട്. 101 ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത്. നീറ്റ് പരീക്ഷ ഓൺലൈൻ ആക്കണമെന്നും ഇത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയവുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടിലുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിൻ്റെ പ്രസ്താവന ഏത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് ജലവിഭവ ശേഷി വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 142 അടിയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള സാഹചര്യമാണ് മുല്ലപ്പെരിയാറിൽ നിലവിലുള്ളത്. പാട്ടക്കരാറിന് പുറത്തുള്ള 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും അതിനുള്ള ഒരു തരത്തിലുള്ള ആലോചന പോലുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് രാജ്ഭവനിലെ ആഘോഷത്തിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തു. സർക്കാരിൻ്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസും വിരുന്നിനെത്തി. മതമേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കളും വിരുന്നിൽ പങ്കെടുത്തു. ഗവർണറും സർക്കാരുമായുള്ള ഭിന്നത മൂലം കഴിഞ്ഞ വർഷവും മുഖ്യമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നില്ല. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് ഓൺലൈൻ ചാനൽ വീണ്ടും പ്രവർത്തനം തുടങ്ങി. ഇന്ന് നടക്കുന്ന SLC കെമിസ്ട്രി പരീക്ഷയിലെ സാധ്യതാ ചോദ്യങ്ങളുമായി CEO ഷുഹൈബ് ഓൺലൈൻ ചാനലിൻ്റെ ലൈവിലെത്തി. ചെയ്യാത്ത തെറ്റിന് സ്ഥാപനത്തെ ഇരകളാക്കിയെന്ന് ലൈവിൽ പ്രതികരിച്ച ഷുഹൈബ് വാർത്തകളിൽ കാണുന്നതല്ല സത്യമെന്നും മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതെന്നും ആരോപിച്ചു. 24 ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ 14.5 കോടി രൂപ ചെലവഴിച്ചുള്ള വിവിധ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് നിർവഹിക്കും. പുതിയ OP കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്ന തിരുവനന്തപുരം കോട്ടൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടത്തുന്ന സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ ആരോഗ്യമന്ത്രി നേരിട്ടും ബാക്കിയുള്ള 23 ഇടങ്ങളിൽ ഓൺലൈനിലായും പങ്കെടുക്കും. സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ വിഭാഗം ഗുണഭോക്താക്കളുടെ KYC അപ്ഡേഷൻ പുരോഗമിക്കുന്നു. മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി KYC അപ്ഡേഷൻ സമയപരിധി 2024 ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. NCPയിലെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കണ്ട് പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കളായ PC ചാക്കോയും തോമസ് K തോമസും മന്ത്രിസ്ഥാനം സംബന്ധിച്ച ധാരണ പാലിക്കാത്തതിൽ ഇരുവരും ശരത് പവാറിനെ അതൃപ്തി അറിയിച്ചു. വൈദ്യുതി ബോർഡിനെ പിണറായി സർക്കാർ അഴിമതി നടത്താനുള്ള വെള്ളാനയാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വൈദ്യുതി മേഖലയെ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുന്നതിനെതിരെയും വൈദ്യുതി നിരക്ക് വർധനവിനെതിരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.
സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കർശന നടപടികളിലേക്ക് ഗതാഗത വകുപ്പ്. സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടായാൽ 6 മാസം പെർമിറ്റ് റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു. അശ്രദ്ധമായി വണ്ടി ഓടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ 3 മാസം പെർമിറ്റ് റദ്ദാക്കും. സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ക്ലീനർമാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പിറവത്ത് പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പിറവം രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സി ബിജുവിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ അയൽവാസികളാണ് ബിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മരണകാരണം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആണെന്നാണ് സൂചന. കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് എമർജൻസി ലാൻഡിങ്ങിലൂടെ സുരക്ഷിതമായി കൊച്ചിയിൽ തിരിച്ചിറക്കി. ടയറിൻ്റെ ഔട്ടർ ലെയർ ഭാഗം റൺവേയിൽ കണ്ടതിനെ തുടർന്നാണ് വിമാനം തിരിച്ച് വിളിച്ചത്. അരമണിക്കൂറിലധികം നീണ്ട ആശങ്കകൾക്കൊടുവിൽ 12:30ഓടെയാണ് വിമാനം സുരക്ഷിതമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ റൺവേയിൽ ലാൻഡ് ചെയ്തത്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി മന്ത്രി വേണ്ടെന്ന് NCP സംസ്ഥാന നേതൃത്വം. NCPയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് PC ചാക്കോയും തോമസ് കെ തോമസും നാളെ ശരത് പവാറുമായി ചർച്ച നടത്തും. അതേസമയം മന്ത്രിയെ മാറ്റണോ എന്ന് തീരുമാനിക്കേണ്ട പാർട്ടിയാണെന്ന് വനം മന്ത്രി MK ശശീന്ദ്രൻ പ്രതികരിച്ചു. മന്ത്രിയെ മാറ്റണമെന്ന് പറയേണ്ടത് വ്യക്തികളല്ലെന്നും പാർട്ടി പറഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസ് നേരിട്ടത് അതിക്രൂരമായ ആക്രമണമെന്നും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമുണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. വലിയ പോലീസ് സന്നാഹത്തോടെയാണ് മൃതദേഹം കുട്ടമ്പുഴയിലേക്ക് കൊണ്ടുപോയത്. 4 പോലീസ് ജീപ്പും 1 പോലീസ് ബസ്സും ആംബുലൻസിനൊപ്പം ഉണ്ടായിരുന്നു. പ്രതിഷേധം കണക്കിലെടുത്താണ് കടുത്ത സുരക്ഷ കടുപ്പിച്ചത്. വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ മാനന്തവാടി പോലീസ് 2 പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. അർഷിദ്, അഭിരാം എന്നിവരാണ് പിടിയിലായത്. മറ്റ് 2 പ്രതികളായ വിഷ്ണു, നബിൻ എന്നിവരെയാണ് ഇനിയും പിടികൂടാനുള്ളത്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകിയും വയനാട്ടിലെ ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.